നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വനിതകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഷീ ലോഡ്ജും വനിതാ ഹോസ്റ്റലും പ്രവർത്തന സജ്ജമായി. MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. NDA സ്ഥാനാർത്ഥി MT രമേശ് ബേപ്പൂർ ഹാർബർ സന്ദർശിച്ചു. നിറതിങ്ക 2024 ഭക്ഷ്യ വൈദ്യ കലാ സാഹിത്യ മേളയ്ക്ക് മാർച്ച് 12 കിർത്താഡ്സിൽ തുടക്കമാകും. ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പാവാട തയ്യാറാക്കി ഫാഷൻ ഡിസൈനർ ഷമീന ശശികുമാർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾക്കായി കോഴിക്കോട് നഗരത്തിലെത്തുന്ന വനിതകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഷീ ലോഡ്ജും വനിതാ ഹോസ്റ്റലും പ്രവർത്തന സജ്ജമായി. ലോഡ്ജിന്റെയും ഹോസ്റ്റലിന്റെയും പ്രവേശനോത്സവ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള ഷീ ലോഡ്ജ് കെട്ടിടത്തിൽ ഡോർമെറ്ററി മുതൽ AC ഡീലക്സ് ഡബിൾ ബെഡ് വരെയുള്ള സൗകര്യങ്ങൾ ഒരു ദിവസത്തിന് 100 രൂപ മുതൽ 2250 രൂപ വരെയുള്ള വിവിധ നിരക്കുകളിലാണ് ഒരുക്കിയത്. സ്ത്രീകൾക്ക് സാമ്പത്തിക നിലയനുസരിച്ച് അനുയോജ്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ബുക്കിങ്ങിന് ഓൺലൈൻ സൗകര്യവുമുണ്ട്. താമസത്തിനെത്തുന്നവർക്ക് മിതമായ നിരക്ക് ഈടാക്കി ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഷീ ലോഡ്ജിന്റെയും വനിതാ ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പദ്ധതിയാണിതെന്നും ഇവിടെ താമസിക്കുന്നവരുടെ പ്രതികരണം കൂടി അറിയാനുള്ള സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. വളരെ നല്ല സൗകര്യങ്ങളുണ്ട്. മിതമായ വാടകയോട് കൂടിയ ഒരു താമസ സൗകര്യമാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെ കോർപ്പറേഷൻ. റെയിൽവേ സ്റ്റേഷനും അധികം ദൂരമില്ല എന്നുള്ളത് കൊണ്ട് പല നിലയിലും ഇത് സൗകര്യപ്രദമാണ്. ഓൺലൈൻ ബുക്കിങ്ങുമുണ്ട്. അതാണ് അതിന് മറ്റൊരു പ്രത്യേകത. ഇതിന് വലിയ പ്രചരണം നമുക്ക് നൽകാൻ പറ്റണം. കോർപ്പറേഷൻ ഡിജിറ്റൽ പ്രചരണ സംവിധാനങ്ങളെ ഫലപ്രദമായി ഇതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പരിപാടിയിൽ മേയർ M ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PC രാജൻ, P ദിവാകരൻ, PK നാസർ, ഡോക്ടർ S ജയശ്രീ, കൃഷ്ണകുമാരി, C രേഖ തുടങ്ങിയവർ സംസാരിച്ചു. ജോലിക്കാരായ വനിതകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ താമസത്തിനായി നിർമ്മിച്ച മാങ്കാവിലെ ഹൈമവതി തായാട്ട് സ്മാരക വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ 2 പേർക്ക് വീതം താമസിക്കാൻ കഴിയുന്ന ബെഡ്റൂമുകളും 4 പേർക്ക് താമസിക്കാൻ കഴിയുന്ന ബെഡ്റൂമുകളുമാണ് സജ്ജീകരിച്ചത്. താമസത്തോടൊപ്പം ഭക്ഷണവും ഹോസ്റ്റലിൽ ലഭ്യമാക്കും. കുടുംബശ്രീ യൂണിറ്റുകളായ ഷീ വേൾഡ്, സാഫല്യം, അയൽക്കൂട്ടം എന്നിവർക്കാണ് ഷീ ലോഡ്ജിന്റെയും വനിതാ ഹോസ്റ്റലിന്റെയും നടത്തിപ്പ് ചുമതല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. MK മുനീർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സെൻട്രൽ ഓഫീസാണ് പുതിയറ താലൂക്ക് ഓഫീസ് റോഡിൽ പ്രവർത്തനം തുടങ്ങിയത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. 7 അസംബ്ലി മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഓഫീസാണ് സജ്ജീകരിച്ചത്. ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MC മായിൻ ഹാജി അധ്യക്ഷനായിരുന്നു. UDF സ്ഥാനാർത്ഥി MK രാഘവൻ MP, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, CN വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് പുതിയറ താലൂക്ക് ഓഫീസ് റോഡിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്.
കഴിഞ്ഞ 3 തവണയും MK രാഘവന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചത് ഇതേ കെട്ടിടം തന്നെയാണ് എന്നതാണ് സവിശേഷത. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NDA സ്ഥാനാർത്ഥി MT രമേശ് ബേപ്പൂർ ഹാർബർ സന്ദർശിച്ചു. രാവിലെ തന്നെ ഹാർബറിലെത്തിയ സ്ഥാനാർത്ഥി ഏറെ നേരം തൊഴിലാളികളോടൊപ്പം സമയം ചെലവഴിച്ചു. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും സ്ഥാനാർത്ഥി ചോദിച്ചറിഞ്ഞു. ബേപ്പൂർ ഹാർബറിലെത്തിയ NDA സ്ഥാനാർത്ഥി MT രമേശ് മത്സ്യത്തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മത്സ്യബന്ധന മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ ബോധ്യപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് ഷിനു പിന്നാണത്ത്, മണ്ഡലം ഇൻചാർജ് NP രാമദാസ്, പ്രഭാരി BK പ്രേമൻ, അഡ്വക്കേറ്റ് KV സുധീർ, ഷിംജീഷ് പാറപ്പുറം, പ്രബീഷ് ബേപ്പൂർ, K ശിവദാസൻ, K ദേവരാജൻ, M മണി, വിജിത്ത് M, കാളക്കണ്ടി ബാലൻ, TV ബാലസുബ്രഹ്മണ്യൻ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പാവാട തയ്യാറാക്കിയിരിക്കുകയാണ് കോഴിക്കോട്ടുകാരിയായ ഫാഷൻ ഡിസൈനർ ഷമീന ശശികുമാർ. ലോക വനിതാ ദിനത്തിൽ ബീച്ച് കൾച്ചറൽ വേദിയിൽ പ്രദർശിപ്പിച്ച സ്കേർട്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയാണ് ലക്ഷ്യം. «108 മീറ്റർ ചുറ്റളവ്, 56 ഇഞ്ച് വീതി, കോട്ടൺ തുണിയിൽ തെയ്യത്തിന്റെ ചിത്രങ്ങളുടെ ആലേഖനം. ഫാഷൻ ഡിസൈനർ ഷമീന ശശികുമാർ 3 മാസം കൊണ്ട് കരവിരുതിൽ തീർത്ത ഭീമാകാരമായ സ്കേർട്ടാണിത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടുകയാണ് ലക്ഷ്യമെന്ന് ഫാഷൻ ഡിസൈനർ ഷമീന ശശികുമാർ പറഞ്ഞു. ഗിന്നസ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ടൈറ്റിൽ വല്ലാണ്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 0 വേസ്റ്റേജ് യൂണിറ്റാണ്. കാരണം ഈ ഹാൻഡ്ലൂമിൽ ചെയ്യുന്ന സാധനങ്ങളെ ബാക്കി വേസ്റ്റ് കൊണ്ട് നമ്മൾ ചെറിയ ക്ലിപ്സ്, ബാഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് കുറേ പേർക്ക് ഹാൻഡ് വർക്കിനൊക്കെ സ്ത്രീകൾക്ക് ജോലി കൂടെ കൊടുക്കാനും പറ്റും. റോട്ടറി ക്ലബ്ബ്, കാലിക്കറ്റ് സൈബർ സിറ്റി, കാലിക്കറ്റ് ചേംബർ, മെറാൾഡ ജ്വൽസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ബീച്ചിൽ പ്രദർശനം ഒരുക്കിയതെന്ന് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് KV സവീഷ് പറഞ്ഞു. എപ്പോഴും എല്ലാ സ്ത്രീകളോടും പറയാനുള്ളതാണ്, വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടാതെ സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് വരിക. ഫാഷൻ ഡിസൈനിങ് മേഖലയിലൂടെ കൈത്തറിക്ക് ലോക മാർക്കറ്റിൽ ഇടം കൊടുക്കുകയെന്ന ഉദ്ദേശവും ബിഗ് സ്കേർട്ട് നിർമ്മാണത്തിന്റെ പിന്നിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജനശക്തി യൂത്ത് കോൺഗ്രസ് മലബാർ മേഖലാ നേതൃത്വ സമ്മേളനം കോഴിക്കോട് ചെറുട്ടി റോഡ് ഗാന്ധിഗൃഹം ഓഡിറ്റോറിയത്തിൽ നടന്നു. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ യോഗം തീരുമാനിച്ചു. മനോജ് ശങ്കരനല്ലൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നവജനശക്തി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ നേതൃത്വ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതേതര ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും രാജ്യത്തെ ഛിന്നഭിന്നമാക്കുന്ന വർഗീയതയും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമഗ്രാധിപത്യവും പിടിമുറുക്കുന്ന വർത്തമാന ഇന്ത്യയിൽ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്ന് വർഗീയതയെ പരാജയപ്പെടുത്താൻ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ യുവജനങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 കോടി തൊഴിലവസരം ഓരോ വർഷവും നൽകാമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇവിടെ എത്ര ചെറുപ്പക്കാർ ബിരുദവും ബിരുദവും എടുത്ത എത്ര ചെറുപ്പക്കാർക്ക് മോദി ജോലി നൽകാൻ കഴിയും? ഇവിടെ പാവപ്പെട്ട ചെറുപ്പക്കാരായ ആളുകൾ ബിരുദവും ബിരുദാനന്ദ ബിരുദവും എടുത്ത ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അലിയുന്ന ചിത്രമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. ഇത് മാത്രമല്ല നരേന്ദ്രമോദി പറഞ്ഞത്,
രാജ്യത്തിന് പുറത്തിരിക്കുന്ന കള്ളപ്പണം മുഴുവൻ രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി എവിടെയാണ് കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരാൻ മോദിക്ക് കഴിഞ്ഞത്? ജനശക്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ കൺവീനർ സുബിൻ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ഏപ്രിൽ 4-ന് കോഴിക്കോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കുവാനും സമ്മേളനത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AM സയ്യിദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൺവീനർ സബീഷ് മണ്ണൂർ, MG മണിലാൽ, സഹദ് കുറ്റിച്ചിറ, പ്രമോദ് കുറ്റ്യാടി, വൈശാഖ് പന്തിരാങ്കാവ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിറതിങ്ക 2024 തദ്ദേശീയ ഭക്ഷ്യ വൈദ്യ കലാസാഹിത്യ സംഗമ മേളയ്ക്ക് മാർച്ച് 12-ന് കിർട്ടാഡ്സിൽ തുടക്കമാകും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഉദ്ഘാടനം മന്ത്രി K. രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് കിർട്ടാഡ്സ് ഡയറക്ടർ അറിയിച്ചു. ഗോത്രവർഗ്ഗക്കാരുടെ വിവിധ വിഭാഗങ്ങൾ വംശീയ തദ്ദേശീയ വൈദ്യത്തിൽ അട്ടപ്പാടി, അതുപോലെ തിരുവനന്തപുരം, വയനാട്, ഇടുക്കി മേഖലകളിൽ നിന്ന് പല വിവിധ ചികിത്സാ രീതികൾ ആയിരിക്കും ഇവിടെ അവർ ചികിത്സിക്കുക. അതുപോലെ മരുന്ന് ആവിക്കുളിയും ആണ് വേറൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ സജ്ജീകരിക്കുന്നത് കിർട്ടാഡ്സ് ക്യാമ്പസിൽ. തദ്ദേശീയ രുചിക്കൂട്ടുകൾ, വൈദ്യവിജ്ഞാനം, കലാപരിപാടികൾ, സാഹിത്യ ക്യാമ്പ് എന്നിവയാണ് മേളയുടെ പ്രധാന ആകർഷണങ്ങൾ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 10ഓളം തദ്ദേശീയ വൈദ്യന്മാരും ആവിക്കുളിയും മേളയെ ആകർഷകമാക്കും. പാലക്കാട്, തിരുവനന്തപുരം, വയനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 ടീമുകളാണ് നിറതിങ്കയിൽ ഭക്ഷ്യ സ്റ്റാളുകൾ ഒരുക്കുന്നത്. ഭക്ഷ്യമേള അട്ടപ്പാടി, ഇടുക്കി, തിരുവനന്തപുരം, വയനാട് മേഖലയിൽ നിന്നും വരുന്ന വിവിധ തരം ഭക്ഷ്യ ഇനങ്ങളുടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ കൂടി ഇവിടെ ഈ 7 ദിവസവും ഒരുക്കുന്നതായിരിക്കും. അതുപോലെ വൈകുന്നേരങ്ങളിൽ കലാമേളകൾ. നിറതിങ്ക 2024 മേളയുടെ ഉദ്ഘാടനം മാർച്ച് 12-ന് മന്ത്രി K. രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്നും കിർട്ടാഡ്സ് ഡയറക്ടർ ഡോക്ടർ S. ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ 318E സഹകരണത്തോടെ ലേഡി ലയൺസ് ഫോറം ഏർപ്പെടുത്തിയ ലയൺസ് വുമൺ ഐക്കൺ അവാർഡുകൾ സമ്മാനിച്ചു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കാണ് ലയൺസ് ക്ലബ്ബ് 318E സഹകരണത്തോടെ ലേഡി ലയൺസ് ഫോറം ലയൺസ് വുമൺ ഐക്കൺ അവാർഡുകൾ സമ്മാനിച്ചത്. കോഴിക്കോട് ബീച്ച് കൾച്ചറൽ വേദിയിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷിൽ നിന്നും ഡോക്ടർ മേരി ജോസഫ്, M. അയഷ മുഹമ്മദ്, P. സിബിജ, റന ഫാത്തിമ, ഹൈമ പവിത്രൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ലേഡി ലയൺസ് ഫോറം പ്രസിഡന്റ് സിതാര സനൽ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറിയും പ്രോഗ്രാം ഡയറക്ടറുമായ റീജ ഗുപ്ത, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ P. സുധീർ, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, ഡോക്ടർ സുചിത്ര സുധീർ, ട്രഷറർ ജീന വാമൻ, രാജരാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനത്തിന്റെ സ്ലോഗൻ ലോഗോ പ്രകാശനം TK രജീഷ് നിർവഹിച്ചു. തുടർന്ന് നടന്ന ബീച്ച് ബീറ്റ്സിൽ കമാൻഡിംഗ് ഓഫീസർ കേണൽ D. നവീൻ ബൻജിത്തിന്റെ നേതൃത്വത്തിലുള്ള 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസ് ടീം ചെണ്ടമേളം, ഫയർ ഡാൻസ്, മാർഷൽ ആർട്സ്, D. സ്പിരിറ്റ് സ്റ്റുഡിയോ ടീം ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം എന്നിവ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ മിൽമ ഫാം ടൂറിസം രംഗത്തേക്കും ചുവടുവെക്കുന്നു. പദ്ധതി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷീരോത്പാദക മേഖലയിൽ പുരസ്കാരങ്ങൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. വയനാട്ടിലെ മിൽമ ഡയറി ഫാമുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള പാക്കേജാണ് തുടക്കത്തിൽ നടപ്പാക്കുന്നത്. വൈകാതെ മറ്റു ജില്ലകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കും. അധിക പാലില്ല എന്നുള്ള നിലയിൽ ഇവിടെ 16 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 49 കോടി രൂപയാണ് ഈ നിലയിൽ കൈമാറിയിട്ടുള്ളത് എന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത്. മിൽമ മലബാർ യൂണിയൻ ക്ഷീര കർഷകരോട് കാട്ടിയ ഈ ഐക്യദാർഢ്യം, പരിഗണന, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്തേക്കാണ്. വളരെ പ്രശംസനീയമാണ്. ക്ഷീര കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വളരെ സുപ്രധാനമായ ഒരു ഇടപെടലായി നമുക്കിതിനെ പൊതുവെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. ദേശീയ തലത്തിൽ മികച്ച ക്ഷീരസംഘത്തിനുള്ള ഗോപാൽ രത്ന പുരസ്കാരം നേടിയ പുൽപ്പള്ളി ക്ഷീരസംഘം, സംസ്ഥാന തലത്തിലെ മികച്ച ക്ഷീരസംഘമായ മൈക്കാവ് ക്ഷീരസംഘം, മികച്ച സംഘം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഓമശ്ശേരി ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി കേശവൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷീരമേഖലയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനായി പ്രസിഡന്റ് ഷീജ ശശി ഉപഹാരം ഏറ്റുവാങ്ങി. മിൽമ ചെയർമാൻ K. മണി അധ്യക്ഷനായിരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, വൈസ് പ്രസിഡന്റ് P. ഗവാസ്, കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ P. ദിവാകരൻ, മലബാർ മിൽമ ഡയറക്ടർമാരായ KK അനിത, PT ഗിരീഷ്, P. ശ്രീനിവാസൻ, MD KC ജെയിംസ്, MRDF CEO ജോർജ് കുട്ടി ജേക്കബ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പയ്യാനയ്ക്കൽ പൊന്നങ്ങാടത്ത് ജംഗ്ഷൻ റോഡ് ഗതാഗത യോഗ്യമായി. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ OP ഷിജിന ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ 55-ാം വാർഡ് പയ്യാനക്കലിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പൊന്നങ്ങാടത്ത് ജംഗ്ഷൻ റോഡ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ OP ഷിജിന ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നാം ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, 20 ലക്ഷം രൂപ ചെലവ്. കൗൺസിലർ N. ജയശീല അധ്യക്ഷയായിരുന്നു. K. നജിമ, മേലടി നാരായണൻ, സിപ്രിയ കുമാർ, PC ബാബുരാജ്, ആമിന, ഹാജറ തുടങ്ങിയവർ സംസാരിച്ചു. KT അലവി, സുനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ഫറൂഖ് കോളേജ് ബ്രാഞ്ചിന്റെ പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമായി. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സാരഥികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ ഫറൂഖ് കോളേജ് ബ്രാഞ്ചിന്റെ പുതിയ കെട്ടിടം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു ജനകീയ സഹകരണ പ്രസ്ഥാനമാണ് രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക്. അത് ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. സേവന രംഗത്ത് ഒരു നൂറ്റാണ്ടാണ് പിന്നിടുന്നത്. ഈ സ്ഥാപനം ആരംഭിച്ച സമയത്ത് ഈ ഭൂമിയിലുണ്ടായിരുന്ന ആരും ഇപ്പോൾ ഈ ഒത്തുകൂടിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥാപനം കൂടുതൽ വിപുലീകരിക്കപ്പെടുക, ആധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു പുതിയ കെട്ടിടം സജ്ജമായിരിക്കും. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ IT ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ B. സുധ നിർവഹിച്ചു. ആദ്യ നിക്ഷേപം സിയാം ബഷീറിൽ നിന്നും സ്വീകരിച്ചും വായ്പാ വിതരണം EP വേലായുധന് നൽകിയും രാമനാട്ടുകര നഗരസഭ വൈസ് ചെയർമാൻ K. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഉദ്ഘാടനം പാറപ്പുറവൻ പുരുഷോത്തമന് നൽകി സഹകരണ സംഘം ഇൻസ്പെക്ടർ GS അഭിലാഷ് നിർവഹിച്ചു.
കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ ടി രാധാഗോപിയും സംയോജിത കൃഷി ധനസഹായ വിതരണം ഇലവു ചുള്ളിപ്പറമ്പിന് നൽകി രാമനാട്ടുകര നഗരസഭ മുൻ ചെയർമാൻ വാഴയിൽ ബാലകൃഷ്ണനും നിർവഹിച്ചു. ചടങ്ങിൽ കെ സുധീഷ് കുമാർ, കെ മുഹമ്മദ് കോയ, VA സലീം, R സുജീഷ്, KA ലൈല, തിരുവച്ചിറ മോഹൻദാസ്, നസീർ കല്ലിങ്ങൽ, C ബാസിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ജനറൽ മാനേജർ MC ജലീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ K ഗംഗാധരൻ, ഡയറക്ടർ രാജേഷ് നെല്ലിക്കോട് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഷീ ലോഡ്ജും വനിതാ ഹോസ്റ്റലും പ്രവർത്തന സജ്ജമായി. MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. NDA സ്ഥാനാർത്ഥി MT രമേശ് ബേപ്പൂർ ഹാർബർ സന്ദർശിച്ചു. നിറതിങ്ക 2024 ഭക്ഷ്യ വൈദ്യ കലാ സാഹിത്യ മേളയ്ക്ക് മാർച്ച് 12 കിർത്താഡ്സിൽ തുടക്കമാകും. ലോകത്തിലെ ഏറ്റവും വലിയ കൈത്തറി പാവാട തയ്യാറാക്കി ഫാഷൻ ഡിസൈനർ ഷമീന ശശികുമാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.